ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സിൽമോസ് എഞ്ചിനീയറിംഗ് വേൾഡ്. പി എസ് സിയിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. എങ്ങനെയെന്നറിയോ, പി എസ് സി തുളസി ഓപ്പൺ ആക്കുമ്പോൾ നമ്മളെ ഫോൺ നമ്പർ അതേപോലെ തന്നെ മെയിൽ ഐ ഡിയിലോട്ട് വെരിഫിക്കേഷൻ വരും. എങ്ങനെയെന്നറിയാം, ഞാൻ ആദ്യം തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻസ് വരും. മൊബൈൽ നമ്പർ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ കൊടുക്കുക കേട്ടോ. അതിനുശേഷം മൊബൈലിലോട്ട് നമുക്കൊരു വെരിഫിക്കേഷൻ നമ്പർ വരും. അതേപോലെ തന്നെ മെയിൽ ഐ ഡിയിലോട്ടും വരും. അങ്ങനെ നമുക്ക് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് സ്റ്റേജ് ആകുന്നത്. കൺഫർമേഷനാണ്. ആ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ എപ്പോൾ ഓപ്പൺ ആക്കുകയാണെങ്കിലും ആ ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ട് വെരിഫിക്കേഷൻ നമ്പർ ഒരു ഒ ടി പി നമ്മുടെ ഫോണിലോട്ട് വരും. അങ്ങനെ ആ ഒ ടി പി വന്ന ശേഷം മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പി എസ് സിയുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യാൻ പറ്റുക. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മെയിനായിട്ട് നമുക്ക് ഓർമ്മ ഉണ്ടാവണമെന്നാണ്. നമ്മൾ കൊടുത്ത നമ്പർ നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ ആവണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. നമുക്ക് ഏതെങ്കിലും ഒരു നമ്പർ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ട് പിന്നെ നമുക്ക് യൂസ്ഫുൾ ആവാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കുക മെയിനായിട്ട്. അത് തന്നെയാണ് മെയിനായിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതിലൊരു കോംപ്ലിക്കേഷൻസും ഇല്ല. സോ വെരിഫിക്കേഷൻ നമ്പർ നമ്മളെ ഫോണിലോട്ട് വന്ന ശേഷം നമുക്ക് ഇത് ജസ്റ്റ് ഒരു ഒ ടി പി സെൻഡ് ചെയ്യും. ഒ ടി പി നമ്മളിവിടെ അടിച്ചു കൊടുക്കുക. ഫസ്റ്റ് പറയണത് മൊബൈലിലോട്ട് വരും. മൊബൈലിൽ ഒ ടി പി വാലിഡേഷൻ സക്സസ്ഫുൾ ആണ് കണ്ടില്ലേ. പിന്നെ അതിന് ശേഷം നമുക്ക് എന്താ പറയുക, മെയിലിലോട്ടാണ് വരിക. മെയിലിലോട്ട് ഇതേപോലെ വെരിഫിക്കേഷൻ ഒരു ഒ ടി പി വരും. അതും വെരിഫൈ ചെയ്ത് കൊടുത്താൽ ആ ഒ ടി പിൻ്റെ നമ്പർ ഇവിടെ അടിച്ചു കൊടുത്താൽ എന്ത് ചെയ്യാം, അതും നമുക്ക് കൺഫേം ആക്കിയിട്ട് വരും. ഇത്രയേ ഉള്ളൂ 2 സ്റ്റെപ്പ്. ഫസ്റ്റത്തെ നമ്മളിപ്പോൾ അങ്ങനെ ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം കേട്ടോ. നമുക്ക് കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം. വേറെ എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ വന്നിട്ട് വരും. പിന്നെ നമുക്ക് പാസ്വേഡ് ഒക്കെ ചേഞ്ച് ചെയ്യണമെങ്കിലുള്ള ഓപ്ഷനാണിത്. പാസ്വേഡ് അതേപോലെ തന്നെ ഇങ്ങനെ ചേഞ്ച് പാസ്വേഡ് കുറേ കാലമായിട്ട് ഉപയോഗിച്ച് 6 മന്ത്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു സെയിം പാസ്വേഡ് ആണെങ്കിൽ നമുക്ക് പാസ്വേഡ് മാറ്റി കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. അതിനനുസരിച്ച് നമുക്ക് പാസ്വേഡ് അതേപോലെ തന്നെ ഒക്കെ മാറ്റി കൊടുക്കുക കേട്ടോ. ശേഷം നമുക്ക് ഇതേപോലെ സെൻഡ് ഒ ടി പി ഫസ്റ്റ് ഇങ്ങനെ വരിക കേട്ടോ. നമുക്ക് കാണിക്കുമ്പോൾ ലോഗ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്യില്ലേ, അപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ് കാണിക്കുക. മൊബൈൽ നമ്പർ അതേപോലെ തന്നെ ഇമെയിൽ ഐ ഡി അതിലോട്ട് ഒരു സെൻഡ് ഒ ടി പി എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒ ടി പി വരും. ആ ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മളെ പ്രൊഫൈൽ. ഇതിപ്പോൾ എൻ്റെ പ്രൊഫൈലാണ്. ഇതിലെങ്ങനെ നോട്ടിഫിക്കേഷൻ വരും, ഏതൊക്കെ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യണം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ അല്ലേ. പിന്നെ വരുന്നത് പ്രൊഫൈൽ കറക്ഷൻ ആണ്. പ്രൊഫൈൽ കറക്ഷൻ ചൂസ് ആൻ ഓപ്ഷൻ ആയിട്ട് കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇത് പറയുന്നത് നമുക്ക് പ്രൊഫൈലിൻ്റെ കറക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പേഴ്സണാലിറ്റീസ്, കമ്മ്യൂണിറ്റി, അതിൻ്റെയൊക്കെ വെയിറ്റേജ് ആൻഡ് പ്രിഫറൻസ്, ലാംഗ്വേജ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതുള്ളത്. സോ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.